ഗൈസ്, അപ്പോൾ നമുക്ക് മണ്ടയ്ക്കാട് പോയപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചെന്ന് നോക്കിയാലോ. എന്നാലും ഒരു പ്ലാനും ഇല്ലായിരുന്നു ഗൈസ് സത്യത്തിൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ കുറേ സാധനങ്ങൾ. എനിക്ക് ഷോർട്സിൽ മൊത്തത്തിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. ഫസ്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക് ഇറേസറാണ്. ഇതെല്ലാവർക്കും അറിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക് ഇറേസറിൻ്റെ സ്മെല്ല്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ലിപ്സ്റ്റിക്കിൻ്റെ എണ്ണയാണ്. ഇതൊരു പെന്നാണ് ഗൈസ്. ഇത് ഞാൻ പണ്ട് കുറേ വാങ്ങിച്ചിട്ടുണ്ട്. കുറേന്ന് വെച്ചാൽ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക് പോലെ ഇരിക്കുന്നു കണ്ട. ഇതിൻ്റെ ഇവിടെ പേനയാണ്. നല്ല മഷിയുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഇതിൻ്റെ മഷിയാണ്. അടുത്ത് വന്നിട്ട് ഈ ഒരു പേളിൻ്റെ ക്ലിപ്പാണ് ഗൈസ്. ഇതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്പാണ്. ഭയങ്കര ഇഷ്ടമാണിത്, ഇങ്ങനത്തെ ക്ലിപ്പൊക്കെ, അസ്തെറ്റിക് മോഡൽ ക്ലിപ്പ്. അടുത്ത് വന്നിട്ട് ഈ ഒരു ക്ലിപ്പാണ് ഞാൻ വാങ്ങിച്ചത്. ഇപ്പോൾ ഇതൊരു സ്ലൈഡാണ്. എനിക്ക് ഈ ഒരു ഹാർട്ട് കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്ലൈഡ് കൂട്ടി ഈ ഹാർട്ട് എടുത്തിട്ട് നമുക്ക് ജേണലൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിരുന്നത് 2 സെറ്റ് ഓഫ് ക്ലിപ്പാണ്. ഇത് ഒരു ബണ്ണിയുണ്ട്. ഇതിൻ്റെ കുറേ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോസിൽ. ഇതിൽ സാഡ്നെസ് ഉള്ള ഒരു കാര്യമുണ്ട്. ഈ ഒരു കോഫി ബ്രൗൺ ആണ് എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടത്. ബട്ട് ഇതിലാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ ഗൈസ്, ഈ ഒരു കോഫി ബ്രൗൺ. ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പല്ല, നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ്. നമ്മളിന്നലെ മണ്ടയ്ക്കാട് പോയപ്പോൾ വഴിയൊക്കെ തെറ്റിയായിരുന്നു. ഗൂഗിൾ തെറ്റിപ്പിച്ചാണ് ഗൈസ്. പിന്നെ ഒരു ഹാർട്ടിൻ്റെ ഒരു സ്ലൈഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഹാർട്ടാണെന്ന് അറിയത്തില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഒരു ഇത്രയും മാത്രമേ കണ്ടുള്ളൂ. ആ ഒരു ക്ലിപ്പിൻ്റെ സംഭവം എന്നാണ് ബാക്കിയില്ല. പക്ഷേ ഇത് ഹാർട്ടാണ്. അടുത്ത് വന്നിട്ട് ഈ ഒരു സ്ലൈഡ് വാങ്ങിച്ചായിരുന്നു. ഗ്രേ കളർ വാങ്ങിച്ചതാണ്. ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു ചാന്ത് പൊട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ചാന്ത് പൊട്ട് വാങ്ങിച്ചാലും ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ പൊട്ടിയൊക്കെ കിട്ടുള്ളൂ. ഇത് ചേച്ചിക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഗൈസ്. അടുത്ത് വന്നിട്ട് ഈ ഒരു പേളിൻ്റെ വൈറ്റ് പേൾ വെച്ചിട്ട് ബ്രൗൺ സ്ക്രഞ്ചീസ് മോഡൽ വരുന്നതാണ്. സ്ക്രഞ്ചീസ് അല്ല, ഒരു എന്താ പറയുക, മറ്റേ വൂൾ ത്രെഡ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇത് 2 എണ്ണം ഉണ്ട്. 20 രൂപയായി ഗൈസ് ഇതിന്. പിന്നെ അടുത്ത് വന്നിട്ട് ഈ ഒരു ക്ലിപ്പാണ് ഗൈസ്. എനിക്കിതൊക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടമാണ്, ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ. ഇത് ക്ലിപ്പാണ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം വേറെ എന്തെങ്കിലുമൊക്കെ ആണെന്ന്. പിന്നീടാണ് മനസ്സിലായ ക്ലിപ്പാണ്. പിന്നെ ഞാനാണെങ്കിൽ അതൊരു പോയപ്പോൾ ചുമ്മാ എടുത്തിട്ടാണ്. ഇത് എന്തിനെന്ന് പോലും അറിഞ്ഞൂടായിരുന്നു. വൈറ്റ് പേൾ കണ്ടപ്പോൾ എടുത്തിട്ടാണ്. വൈറ്റ് പേൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് വൈറ്റ് പേളിൻ്റെ തന്നെ ഈ ഒരു സ്ലൈഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നേരത്തെ നമ്മൾ കാണിച്ചത് ഈ ഒരു സ്ലൈഡിൻ്റെ തന്നെ വേറൊരു കളറായിട്ടാണ് തോന്നുന്നത്. അല്ല, ഗ്രേ തന്നെ. അപ്പോൾ ഗ്രേ 2 എണ്ണം ഉണ്ട് ഗൈസ്. പിന്നെ ഈ ഒരു സ്ലൈഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റെയിൻബോ കളർ സ്ക്രഞ്ചീസ് കണ്ടോ, ഇതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത്രയും പാർട്ട് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മൊത്തവും കൊള്ളാം ഗൈസ്. പക്ഷേ ഈ ഒരു യെല്ലോ എനിക്ക് അത്ര സഹിച്ചില്ല. യെല്ലോ ഇല്ലാത്തപ്പോഴും അടിപൊളി ഗൈസ്. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു നമ്മുടെ സ്മൈലിൻ്റെ ഇറേസർ. ഇത് ഇവിടെയൊക്കെ കിട്ടുന്നതാണ്. ബട്ട് അവിടെ നിന്ന് വാങ്ങിച്ചപ്പോൾ ഒരു സുഖം. ബട്ട് എനിക്കിത് എങ്ങനെയാണ് ഇത് ചുക്കി ചുരുങ്ങി ഉരുകിപ്പോയെന്ന് അറിയത്തില്ല. വാങ്ങിച്ചപ്പോൾ നല്ല സെറ്റായിട്ട് ഇരുന്നതാണ് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. ഇറ്റ്സ് ഓക്കെ. പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഈ ഒരു സ്ലൈഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പെന്ന് 100 എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ കുറേ ഭാഷയൊക്കെ വായിക്കാൻ പഠിച്ചു ഗൈസ്. ഇത് 100 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് പെൻസിലാണ് ഗൈസ്. ഇത് കാണാമോന്ന് അറിയത്തില്ല നിങ്ങൾക്ക്. ഇതൊരു മൊനയാണ്. ഇത് വെച്ച് നമുക്ക് ഇവിടെ എഴുതാം. വരുന്നുണ്ട്. ഇത് അടയ്ക്കണമെങ്കിൽ നമ്മൾ ഇവിടെ പ്രസ് ചെയ്യണം. ഇവിടെ നല്ലപോലെ ഇറക്കണം, അപ്പോഴേ അകത്തോട്ട് പോകുള്ളൂ. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് പുറത്തോട്ട് വരുന്നത്. പിന്നെ അടുത്ത് ഈ ഒരു ബാറ്റ്മാൻ്റെ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ഈ ഒരു ബാറ്റ്മാനെ കണ്ടില്ലായിരുന്നു. ഇത്രയും പാർട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് ഈ ലെറ്റേഴ്സൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. അല്ലാതെ ഇതിനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെടുത്തത്. ഇതും ഒരു പെന്നാണ് ഗൈസ്.
അടുത്ത് വന്നിട്ട് നേരത്തെ കാണിച്ച പോലത്തെ തന്നെ ഒരു സ്ലൈഡും കൂടെ ഉണ്ട്. പിന്നെ ഇതുവരെ ഇല്ലേന്ന ഒരു കളറാണ് ഈ ഒരു ക്ലിപ്പ്. ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്ലിപ്പാണ് ഈ ഒരു ക്ലിപ്പ്. ഇത് രണ്ടെണ്ണുണ്ട്, ഒരെണ്ണം തലയിൽ പോകുന്നു. ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഇവളാണ് ഗൈസ് സത്യത്തിൽ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്ത ലാസ്റ്റ് വണ്ണാണ് ഇത് വാങ്ങിച്ചതിൽ. ഇത് നല്ല 3D എഫക്റ്റ് ഉള്ള, എനിക്കിത് കണ്ണടയ്ക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട. കണ്ണ് തുറക്കുമ്പോൾ അത്ര സുഖമില്ല. ഇതൊരു മിററാണ് സത്യത്തിൽ. ഞാൻ പട്ടിക്കൊണ്ട് അവിടെ കാണും കേട്ടോ. രസമുണ്ട്. ഞാൻ പിന്നീട് വരാം. വീട് നീ വരണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞു. ഞാൻ എന്നിട്ട് വെളയിലൊക്കെ പോയിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ വെളയിലൊന്നും പോകണ്ട, ഞാൻ അമ്മയത്ത് പറയും. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ആക്സസറീസിലും ക്യൂട്ട് ആൻഡ് ആസ്തറ്റിക്കിലും വാങ്ങിച്ചത്. അപ്പോൾ ബൈ ബൈ.